ഇറാനിലെ പുതിയ മാറ്റങ്ങൾ അത് നേരത്തെ നമ്മൾ വിലയിരുത്തിയ പോലെ തന്നെയാണ്. ആക്രമണത്തിൽ നിന്നും പിന്നോട്ടൊരു ഇഞ്ച് പോലും ഇല്ല. തിരിച്ചടിക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ തന്നെ ഏറ്റവും കൃത്യമായ മർമ്മസ്ഥാനത്ത് തന്നെ കൊള്ളിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിൻ്റെതായ മാറ്റങ്ങൾ ലീഡർഷിപ്പിലും ഉണ്ടാകുന്നു അല്ലേ? അതെ, ആയുധങ്ങളും തിരിച്ചടിക്കാനുള്ള തന്ത്രങ്ങളും ഉണ്ടെങ്കിലും അത് മെനഞ്ഞ് നടപ്പിലാക്കാൻ ഒരു നേതൃനിര വേണം, അതിനൊരു ലീഡർഷിപ്പ് വേണം. അഹമ്മദ് വാഹിദ് ഈ പറയുന്ന പോലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ മേധാവിയെ ചുമതലപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ ഈ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ആ രാഷ്ട്രത്തെ ഭരിക്കേണ്ട സുപ്രീം അതോറിറ്റിയെ മാറുന്നത് ഗാർഡിയൻ കൗൺസിലാണ്. ഗാർഡിയൻ കൗൺസിൽ 3 പേരാണ്, ഇതൊരു താൽക്കാലിക കൗൺസിലാണ്. ഈ 3 പേരിൽ ഈ അതിലെ ക്ലർക്കായിരുന്ന അലി റസ അറഫിയെ അതിന്റെ മേധാവിയെ നിയമിച്ചിരിക്കുന്നു പറയുന്നു. അതായത് ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്റ്റിൽ അലി റസ അറഫി വരുന്നു. ഇത് ആയത്തുൽ ഖമേനിയുടെ പകരക്കാരൻ എന്ന രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. പക്ഷേ നിലവിൽ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി, ഇറാന്റെ ഫസ്റ്റ് വോയിസ് ഓഫ് കമാൻഡായി ഈ പറയുന്ന അലി റസ അറഫി മാറും. അലി റസ അറഫിക്ക് സ്വന്തമായ നിലയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല. അവിടെ ഗാർഡിയൻ കൗൺസിൽ എന്ന 3-അംഗ സമിതി ഉണ്ട്. അതായത് ഈ 3-അംഗ സമിതി ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുക. അതായത് ഈ പറയുന്ന പുതിയ നിയമനങ്ങൾ ഉണ്ടാകുമ്പോൾ, കൊല്ലപ്പെട്ട ആളുകൾക്ക് പകരക്കാരുണ്ടാകുമ്പോൾ ഒരു നിയമനം എന്നതിനപ്പുറത്തേക്ക് നമ്മൾക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കനത്ത തിരിച്ചടിയിലേക്ക് ഇറാൻ നീങ്ങുന്നു. തിരിച്ചടിക്ക് ആയുധങ്ങളും ഈ പറയുന്ന തിരിച്ചടിക്കുള്ള തന്ത്രങ്ങളും മാത്രം പോരാ. ഈ തന്ത്രങ്ങളെ മെനയാൻ, അതിന് നേതൃത്വം നൽകാൻ, അതിന് കൃത്യമായി കമാൻഡ് കൊടുക്കാൻ ഒരു ലീഡർഷിപ്പാണ് വേണ്ടത്. നിലവിൽ ഇറാൻ ഇല്ലാത്ത ആ ലീഡർഷിപ്പാണ്. ആ ലീഡർഷിപ്പിലുണ്ടായിരുന്ന പല ആളുകളും കൊല്ലപ്പെട്ടു. ഏറ്റവും സുപ്രീമായ ആയത്തുള്ള അലി ഖമേനി, ഈ പറഞ്ഞതുപോലെ പ്രതിരോധ വകുപ്പ് മന്ത്രി നസർസാദ്, അങ്ങനെ ഈ പറയുന്ന ഒരുപാട് മന്ത്രിമാരും ഈ പറയുന്ന കമാൻഡ് ചീഫുകളെല്ലാം മുഹമ്മദ് പാക്പോർ എന്ന IRGS കമാൻഡർ അടക്കം കൊല്ലപ്പെട്ടു. ഇനി വേണ്ടത് കമാൻഡ് ചെയ്യുന്ന ആളുകളാണ്, ലീഡർഷിപ്പാണ്. അതുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടവർക്ക് പകരക്കാരെ നിയമിക്കുന്ന തിരക്കിലാണ് ഇറാനുള്ളത്. ഈ നിയമനം അതിവേഗത്തിൽ പോകുന്നതിന് കാരണം പകരക്കാരെ കണ്ടെത്തുന്നതിന് അപ്പുറത്തേക്ക് തിരിച്ചടിക്ക് ഒരു കമാൻഡ് കൊടുക്കാനും ഒരു നേതൃനിരയിൽ ആൾ വേണം. ഈ നേതൃനിര നിറയ്ക്കാനാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇറാൻ ഒരുങ്ങുന്നത്. അതായത് യുദ്ധത്തിന് മുമ്പോടിയുള്ള യുദ്ധത്തിന് കൂപ്പുകൂട്ടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പായി നമുക്ക് ഈ നിയമനങ്ങളെ കാണാൻ പറ്റും. അഹമ്മദ് വാഹിദി ഈ പറയുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ചീഫായി വരുന്നു. അതേപോലെ തന്നെ അഹമ്മദ് റസ സെക്യൂരിറ്റി കൗൺസിലിന്റെ പോയിന്റ് ഓഫ് കോൺടാക്റ്റായി മാറുന്നു. അതായത് ഇറാൻ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു. ആയുധങ്ങളുണ്ട്, ഈ പറയുന്ന പോലെ പ്രതിരോധത്തിന് റിട്ടാലിയേഷന് തന്ത്രങ്ങളുണ്ട്. ഈ തന്ത്രങ്ങളെ മെനയാൻ, തന്ത്രങ്ങൾ നിയന്ത്രിക്കാൻ ഇപ്പോൾ നേതാക്കളുമാകുന്നു എന്നാണ് ഇറാനിൽ നിന്ന് ഏറ്റവും ഒടുക്കം വരുന്ന വാർത്തകൾ. പ്രജീവ്, 67 വയസ്സുകാരനായ ആളാണ് ഇപ്പോൾ ഗാർഡിയൻ കൗൺസിലിലേക്ക് ഈ രീതിയിലുള്ള തലവനായി അല്ലെങ്കിൽ ഒരു മെമ്പറായി വരികയും ചെയ്യുന്നത്. നേരത്തെ സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 അംഗങ്ങൾ, ഒന്ന് അവിടുത്തെ ജുഡീഷ്യറി ചീഫാണ്, അത് ഗുലാൻ ഹുസൈൻ മുസ്ലിം, അതോടൊപ്പം തന്നെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും കൂടിയാണ്. ഇവർക്ക് ഒപ്പമാണ് ഇപ്പോൾ ഒരാൾ കൂടി വരുന്നത്. അത് അലിറസ അറഫിയാണ്. 67 വയസ്സുകാരനാണെന്ന കാര്യം വ്യക്തമാകുന്നു. ആ രീതിയിൽ പുതിയ മാറ്റങ്ങളൊക്കെ തന്നെ ഇറാൻ കൊണ്ടുവരികയാണ്. അവരുടെ നിലപാടൊന്നും അണുകിട പിന്നോട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കുകയുമാണ്. തിരിച്ചടി അത് ആ രീതിയിൽ അവർ ഇസ്രായേലും അമേരിക്കയും പ്രതീക്ഷിക്കാത്തൊരു രീതിയിലുള്ള തിരിച്ചടി അതുണ്ടാകും എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇവരെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.